സബീഷ് കുരിപ്പാലയുടെ 1001 കവിതകൾ ഭാഗം 43. ഫ്ലെക്സ്. ഫോട്ടോ പതിക്കാൻ മാത്രമായിരുന്നില്ല, ഉടലിൽ മുഖം പതിച്ച് ഛായാചിത്രങ്ങളാക്കി വിപണിയിലെത്തിച്ചതാണ് മൂല്യത്തിന് കാരണം. സങ്കേതം. ശൂന്യനായി പുറംലോകത്തെത്തിയതാണ് ധന്യതകളെ പുൽകിയത്. ഒടുവിലൊരു നാൾ വീരമൃത്യു വരിച്ച് പട്ടടയിലെത്തിയപ്പോഴാണ് ഗർഭഗൃഹം കണ്ടത്. മരീചിക. നിഴലായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ രൂപം വ്യക്തമായതോടെയാണ് ഉറക്കത്തിൽ പോലും കണ്ണുകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. വീക്ഷണം ദൈർഘ്യമേറിയതായിരുന്നു, വഴികൾക്ക് നീളമുള്ളതായി തോന്നിയത്. പിന്നെയാണ് 10 മടങ്ങ് വീര്യത്തിൽ അലറി കുതിച്ചെത്തിയത്. ഇറച്ചിക്കോഴി. കത്തിക്കൊരു രക്തക്കുരുതി വേണമായിരുന്നു. ഒരു തുള്ളി ചോരയിറ്റിച്ചല്ല, ഒരു പിടി മാംസം നൽകിയാണ് വയറു നിറയെ വെള്ളം കുടിച്ച് ദാഹമകറ്റിയത്. പേടമാൻ. ദയ നിറച്ചൊരു നോട്ടമായിരുന്നു കണ്ണിൽ നിഴലിച്ചത്. പിന്നെ ഇരുളിലൊളിച്ച് ശത്രുവിന് നേരെ അമ്പെയ്തത്. വേട്ടനായ്. കിതയ്ക്കാതെയാണ് ഇരയെ കാത്തിരുന്നത്. വലയിൽ കുടുങ്ങിയത് ഇരയല്ലെന്നറിഞ്ഞപ്പോഴാണ് കിതച്ച് കിതച്ച് കുതിപ്പിനൊരന്ത്യം കുറിച്ചത്. രക്തരക്ഷസ്. രക്തക്കൊതിയിലുണർന്ന ലോകത്തായിരുന്നില്ല ജനനം. പിന്നെ കണ്ണിൽ ഇരുട്ട് കയറുമെന്നറിഞ്ഞപ്പോഴാണ് സിരകളിൽ രക്തം ചൂടേറി തുടങ്ങിയത്. മുള്ളൻ പന്നി. ദേഹം നിറയെ മുള്ളായിരുന്നിട്ടും കാട്ടിലൊളിക്കാൻ മതിയായിരുന്നില്ല ദേഹത്തെ മുള്ളുകൾ. കുത്തി നോവിക്കുന്ന നാവറുത്തായിരുന്നു ആദ്യ പ്രതികാരം. പുള്ളിമാൻ. വർണ്ണത്തോലുകൊണ്ട് മനോഹാരിത തീർത്തത്. വാക്കുകളിൽ നന്മ നിറച്ച് ഉടലുകൾ നിർജീവങ്ങളായതും അങ്ങനെയാണ്. കരടി. ഭീകരനാണെന്ന് ആദ്യം തോന്നിയതല്ല, നോട്ടം കൊണ്ടൊരു അംഗചലനം. ഇളകിയാടിയ കാറ്റിൻ്റെ ശീലിൽ കൊടുങ്കാറ്റായി മാറിയത്. കാടിൻ്റെ ആന്തരിക ഭാവങ്ങളിൽ പെട്ടുലഞ്ഞ് സ്വയം ഒരു മനുഷ്യനായി തീർന്നത്. തെരട്ട. ഓടി നടക്കാൻ കാലുകളേറെയായിരുന്നു. ഉടലുകൊണ്ടൊരു ഭാഷ്യം ചമച്ച് കാഴ്ചകളിൽ നിറഞ്ഞാടിയതാണ് വക്കില്ലാത്ത വാക്കിൻ്റെ അറ്റത്ത് തീ കൊളുത്തി ചർമ്മവാർത്ത സൃഷ്ടിച്ചത്. തണ്ട്. ദുർബലമായിരുന്നില്ല, ഇലകൾക്ക് ശേഷിയുണ്ടായിരുന്നു. എന്നിട്ടും എന്തിനാണ് ഒരു കൊടുങ്കാറ്റിൽ വേറെ ജ്വലിച്ചു പോയത്? കാറ്റാടി. തരളിതമായിരുന്നില്ല, ഞെട്ടറ്റ വേദനയുടെ ആഴത്തിൽ രക്തം കിനിഞ്ഞതാണ് മുറിവിനേക്കാൾ ആഴത്തിൽ കാറ്റിറങ്ങിപ്പോയത്. പുഷ്പാഞ്ജലി. ഒരു നുള്ളു സ്നേഹം ഒരു ഇലക്കീറി നൽകിയപ്പോഴാണ് കാരുഷ്യമേറിയ മനസ്സിൽ ശാന്തത കൊണ്ട് ഹൃദയത്തിന് ഇടം നൽകിയത്. ഹോമം. വെറുമൊരു പുകയൂതിയല്ല, മാലിന്യങ്ങളെ പെറുക്കി ധൂമം പുകച്ച് മനസ്സിലൊരു അഗ്നി കൊളുത്തി പരിശുദ്ധമാക്കിയത്. സ്വദേശി. ഒന്നും സ്വന്തമായിരുന്നില്ല, കടം കൊണ്ടതൊക്കെ പണയം നൽകിയത് വരവിലൊരു മിച്ചം സൃഷ്ടിക്കാൻ മാത്രമായിരുന്നു. പ്രവാസി. സ്വന്തമായി ഹൃദയമുണ്ടായിരുന്നു. വിറ്റ് വിറ്റ് പ്രയത്നത്തിന് ഒടുവിൽ ഇല്ലായ്മകളെ നുരച്ച് നുരച്ച് മണലാരണ്യങ്ങളെ സ്വർഗതുല്യമാക്കിയവർ. നിധി. ഖനനം ചെയ്തപ്പോൾ തെളിഞ്ഞു വന്നതല്ല, ഊറിത്തെളിഞ്ഞപ്പോൾ കലങ്ങിയതൊക്കെയും വേർതിരിച്ചെടുത്തതാണ്. ഭേദ്യം. കനത്തൊരു പ്രഹരമായിരുന്നു മൗനത്തിൽ തീർത്ത വാക്ക്. ഉടച്ചുടച്ച് വാർത്തപ്പോഴാണ് മൗനം ശാന്തമായത്. മോഹനം. ആശങ്കകളോടെയായിരുന്നു തുടക്കം. നേരിയൊരു ചാറ്റൽ മഴ പോലെ കരിപുരണ്ട മേഘമായി മനസ്സിലുണർന്നപ്പോഴാണ് വെയിൽ അത്യുജ്വലമായി ഉദിച്ചുയർന്നത്. ശോഭനം. കനലെരിഞ്ഞത് മുകളിലേക്കുദിച്ചായിരുന്നില്ല, ജ്വലിച്ചുയർന്നപ്പോഴായിരുന്നു തേൻതുള്ളി പോലെ മഴത്തുള്ളികൾ ഹൃദയത്തിൽ പതിച്ചത്. പ്രഭാതസവാരി. തണുപ്പേറെ അകത്തേക്ക് വന്നതാണ് ചൂടിനകത്തേക്ക് കയറിയിരുന്നത്. അപ്പോഴാണ് കറുത്ത കുതിരകൾ ഇരുട്ടിനെ വിഴുങ്ങിയത്. ഹർഷാരവം. താരത്തിളക്കത്തിൽ മുങ്ങിയപ്പോഴൊന്നും നോവറിഞ്ഞിരുന്നില്ല. ഗതിമാറി ഒഴുകി തുടങ്ങിയപ്പോഴാണ് വിയർത്തു കുളിച്ച് പുഴയെ വിഴുങ്ങിയത്. വാൾ. തലയ്ക്കുമീതെ തൂങ്ങുന്നതായിരുന്നില്ല, ലക്ഷ്യത്തിനു മീതെ പറന്ന് ചിറകടി ഒച്ചകളോടെ ആകാശത്തെ മുൾമുനയിൽ നിർത്തി നിത്യാരവമായി നിലനിർത്തുന്നത്. പന്ത്. മുകളിലേക്ക് എറിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് അത്യുജ്വലമായത്. തിരിഞ്ഞൊരു ഗതിവേഗതയിലാണ് ആയുസ് അല്പമാക്കി മാറ്റിയത്. നാറാണത്ത് ഭ്രാന്തൻ. ആരും എന്നെ ഭ്രാന്തനെന്ന് വിളിക്കരുത്, മനസ്സുതെറ്റിയ കൂട്ടങ്ങളാണിതെന്ന് സ്വയം തിരിച്ചറിഞ്ഞപ്പോഴാണ് നാറാണത്ത് ഭ്രാന്തൻ മലയിറങ്ങി വരാതായത്. ഗാന്ധി. നിങ്ങളെന്നെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാതെയാണോ കല്ലിലും മണ്ണിലും വിണ്ണിലും തീർത്ത് മഴയും വെയിലും തിന്നു തീർത്ത കോലമായി മാറ്റിയത്?